എല്ലാവർക്കും ഇൻസെപ്റ്റയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിലെ എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് അക്കൗണ്ടിങ് എന്നും അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ബേസിക് ടേംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് എക്കണോമിക് ഈവൻറ്റ്സ്. ഈ എക്കണോമിക്സ് ഈവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമുണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നൊരു പോർഷനാണ് എക്കണോമിക് ഈവൻറ്റ്സ്. നിങ്ങൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചപ്പോൾ നിങ്ങളവിടെ എന്താണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ടു എ ബിസിനസ് എൻറ്റിറ്റി. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന സംഭവങ്ങളെ അല്ലെങ്കിൽ സാമ്പത്തികപരമായി നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ പറയുന്ന പേരാണ് എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ടു എ ബിസിനസ് എൻറ്റിറ്റി. ആ ബിസിനസ് എൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ നടക്കുന്ന പണമിടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയുന്ന പേരാണ് എക്കണോമിക് ഈവൻറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഈ എക്കണോമിക് ഈവൻറ്റ്സിനെ നമ്മൾ പ്രധാനമായിട്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ ഈവൻറ്റ്സും 2 എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. എന്താണ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്, എന്താണ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ പേരിൽ നിന്ന് അല്ലെങ്കിൽ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻറ്റേർണൽ എന്താണ് എക്സ്റ്റേണൽ എന്നുള്ള കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇൻറ്റേർണൽ ഈവൻറ്റ്സിനെ കുറിച്ചാണ്. ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് നടക്കുന്ന ആ ബിസിനസ് എൻറ്റിറ്റിക്ക് ഉള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ്. എന്താണ് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണാം. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണും. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റോ മെറ്റീരിയൽസ് എന്താണോ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുന്നത് ഒരു ഇൻറ്റേർണൽ ഈവൻ്റ് ആണ്. ആ ബിസിനസ്സിന് അകത്ത് തന്നെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷന് അകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സാധനങ്ങൾ എത്തിക്കുക, റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോർസ്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുക. അങ്ങനെ ഒരു ബിസിനസ്സിനകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്. ഈവൻറ്റ്സ് വിച്ച് ടേക്ക് പ്ലേസ് എൻറ്റയർലി വിത്തിൻ വൺ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് അകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക. ആ റോ മെറ്റീരിയൽസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ആയിട്ട് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുക. അങ്ങനെ ആ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആ ഓർഗനൈസേഷനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ പറയുന്ന പേര് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്. ഇനി എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റീസ്. നമ്മൾ ഇൻറ്റേർണൽ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ബിസിനസ് സ്ഥാപനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഈവൻറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സും പുറത്തുള്ള ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റീസ്. 2 or അതിലധികമോ ആളുകളുമായിട്ട് ബിസിനസ്സിന്
പുറത്ത് നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ്സും മറ്റു പുറത്തുള്ള ആളുകളുമായിട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് വേജസ്, അതേപോലെ തന്നെ സെയിൽസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ നമുക്കറിയാം, നമ്മുടെ ഓർഗനൈസേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ അല്ലെങ്കിൽ എന്താണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്. മറ്റൊരാൾ, അതായത് ബിസിനസ്സിന് പുറത്തു നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ഓർഗനൈസേഷൻസ് പ്രോഡക്ട്സ് വാങ്ങിക്കുമ്പോൾ അതെന്താണ്, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ആണ്. അതേപോലെ തന്നെ സെയിൽ ഓഫ് ഗുഡ്സ്, അതായത് സാധനങ്ങൾ നമ്മൾ വിൽക്കുമ്പോൾ, സാധനങ്ങൾ നമുക്ക് വിൽക്കുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷന് പുറത്തുള്ള ഒരാൾക്കാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനും പുറത്തുള്ള ഒരാളുമായിട്ടാണ് അവിടെ ഈവൻറ്റ്സ് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനും പുറത്തുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 2 or more എൻറ്റിറ്റീസ് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ അല്ലെങ്കിൽ വാല്യൂ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ഓഫ് വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റീസ്. എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്, അതേപോലെ തന്നെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എക്കണോമിക് ഈവൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഈവൻറ്റ്സും എക്സ്റ്റേണൽ ഈവൻറ്റ്സുമായിട്ട് തന്നിരിക്കും. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത്, അതായത് അത് ഇടകലർത്തി തന്നിരിക്കും. നമ്മൾ എക്സാമ്പിൾസ് അവർ ഒരുപാട് തന്നിട്ടിരിക്കും. അതിനെ നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് ഏതാണ്, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ഏതാണെന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുക. ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്, എന്തൊക്കെയാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്നുള്ള എക്സാമ്പിൾ കൂടാതെ നമ്മൾ ഇവിടെയും പറയുന്നുണ്ട്. ഒന്നും കൂടി പറയാം, ഇൻറ്റേർണൽ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സും ബിസിനസ്സിന് പുറത്തുള്ള ഒരാളുകളുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈവൻറ്റ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻറ്റേർണൽ ഈവൻറ്റ്സും എക്സ്റ്റേണൽ ഈവൻറ്റ്സിൻ്റെയും എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും, 2 മാർക്കിനായിരിക്കും. അല്ലെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻറ്റേർണൽ ഈവൻറ്റ്സും എക്സ്റ്റേണൽ ഈവൻറ്റ്സും തന്നിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ ഇൻറ്റേർണൽ ഈവൻറ്റ്സും എക്സ്റ്റേണൽ ഈവൻറ്റ്സും. അപ്പോൾ നമുക്ക് ഒരു 2 എക്സാമ്പിളും കൂടെ നോക്കാം ഇൻറ്റേർണൽ ഈവൻറ്റ്സിൻ്റെ. എക്സ്റ്റേണൽ ഈവൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു എംപ്ലോയീസ്, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം സപ്ലയർ, സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമർ, പിന്നെ റെസിപ്റ്റ് ഓഫ് ഇൻകം ബൈ വേ ഓഫ് കമ്മീഷൻ. അപ്പോൾ പുറത്തുള്ള ആളുകളുമായിട്ട് ബിസിനസ് നടത്തുന്ന ഈ ഈവൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഈവൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു അല്ലെങ്കിൽ സ്റ്റോർസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ടു ഓഫീസ്, പിന്നീട് റിട്ടേൺ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോർസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എക്സ്റ്റേണൽ ഈവൻറ്റ്സും ഇൻറ്റേർണൽ ഈവൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്താണെന്ന് പഠിക്കുക, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് അക്കൗണ്ടിങ് എന്നും എങ്ങനെയാണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഫേമിനെ എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ അതിൻ്റെ എന്തൊക്കെ നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു അക്കൗണ്ടിങ് സിസ്റ്റം വേണമെന്ന് നമുക്കറിയാം. ആ അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ
ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകൾ, ഒരുപാട് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഉണ്ടായിരിക്കാം. അതായത് ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ഉണ്ടാകാം, ആ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ജോലിക്കാരുണ്ടാകാം, അതേപോലെ തന്നെ ഗവൺമെൻറ്, ക്രെഡിറ്റേഴ്സ്, ഈ ഓർഗനൈസേഷന് ലോണും മറ്റും നൽകുന്ന ബാങ്കേഴ്സ്, ഇവരൊക്കെ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകളാണ്. എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാങ്ക് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷന് എപ്പോഴെങ്കിലും ക്യാപിറ്റൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും സമീപിക്കുന്നത് ബാങ്കുകളെ ആയിരിക്കും. അപ്പോൾ ആ ബാങ്കിന് നമ്മളോടൊരു വിശ്വാസ്യത തോന്നണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ അത്രത്തോളം സഫിഷ്യൻ്റ് ആയിരിക്കണം, നമ്മുടെ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ് എല്ലാം അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെയധികം, അതായത് എന്താണ് ആ ബിസിനസ്സിൻ്റെ സ്ഥിതി എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്. ആരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് നിങ്ങൾക്കറിയാം, നിക്ഷേപകർ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ബിസിനസ്സിലേക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ ആ ബിസിനസ്സിനെ കുറിച്ച് നല്ല രീതിയിൽ അയാൾക്ക് അറിവുണ്ടായിരിക്കണം. ഒരു ലാഭകരമായി പോകുന്ന ബിസിനസ്സിൽ മാത്രമേ ആളുകൾ എന്ത് ചെയ്യുകയുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ നിക്ഷേപം നടത്തുകയുള്ളൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സിന് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒരുപാട് സഹായകമാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷനെയും നമുക്ക് പ്രധാനമായിട്ടും വേണമെങ്കിൽ 2 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഇൻറ്റേർണൽ യൂസേഴ്സും, 2 എക്സ്റ്റേണൽ യൂസേഴ്സും. ഒരു ബിസിനസ്സിന് അകത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ബിസിനസ്സിന് പുറത്തുള്ള ആളുകളും. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്ന ബിസിനസ്സിനകത്തുള്ള ആളുകളും അതോടൊപ്പം തന്നെ ബിസിനസ്സിന് പുറത്തുള്ള ആളുകളും. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നും ഏതൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് എന്ന്. അപ്പോൾ ഫസ്റ്റ് വൺ, ഓണേഴ്സ്. നമുക്കറിയാം ആരാണ് ഓണേഴ്സ് എന്ന്. ഇപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്യാഷ് മുടക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ കുറിച്ച് അറിയാനുള്ള ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആരായിരിക്കും, ഒരു ബിസിനസ്സിൻ്റെ ഓണർ ആയിരിക്കും. ആ ഓണർ ഇൻറ്റേർണൽ യൂസർ ആണോ എക്സ്റ്റേണൽ യൂസർ ആണോ, അതായത് ബിസിനസ്സിനകത്തുള്ള ഒരാളാണോ ബിസിനസ്സിന് പുറത്തുള്ള ഒരാളാണോ? ആരായിരിക്കും? സ്വാഭാവികമായിട്ടും ഓണർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ യൂസറാണ്. അപ്പോൾ ഒന്നാമത്തെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓണേഴ്സ് ആണ്. എന്താണ് ഓണേഴ്സ് എന്ന് നോക്കാം. The proprietor in a sole trading concern, partners in a firm and shareholders of a joint stock company are the owners. Profitability, financial soundness, etc. are matters of prime importance to the owners who have invested their money. Profitability, അതായത് ലാഭം, അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, എത്രത്തോളം ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവും, are the matters of prime importance to the owners who have invested their money in the business. Such details are collected from published accounts. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓണേഴ്സ് ആണ് ആദ്യത്തെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരാണ് പണം മുടക്കി ബിസിനസ് സ്ഥാപനം കെട്ടിപ്പടക്കുന്നത്. അതുപോലെ തന്നെ അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ഈ ഓണേഴ്സ് എന്ന് പറയുന്ന ആൾ ഒരു ഇൻറ്റേർണൽ യൂസറാണ്. ഓക്കെ, രണ്ടാമത്തത് മാനേജ്മെൻറ്റ്. എന്താണ് മാനേജ്മെൻറ്റ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് പോലെയുള്ള വലിയ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉള്ള കമ്പനികളാണെങ്കിൽ അവിടെ
മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി ക്യാഷ് അല്ലെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആ കമ്പനിയുടെ നടത്തിപ്പെന്ന് പറയുന്നത് ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും. പ്രൊഫഷണൽസ് ആയിട്ടുള്ള മാനേജേഴ്സും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള എംപ്ലോയീസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് ആ ബിസിനസ്സിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്, എവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് കൂടുതലായിട്ട് കിട്ടുക, എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇനി വരുന്ന കാലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അതായത് ലാഭമാണോ നഷ്ടമാണോ, നഷ്ടമാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളത് ലാഭത്തിലേക്ക് എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയേണ്ടത് മാനേജ്മെൻറ്റിനാണ്. സോ മാനേജ്മെൻ്റ് ആണ് രണ്ടാമത്തെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിരിക്കും. മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തുള്ള ആളുകളല്ലേ, അപ്പോൾ ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിട്ടുള്ള രണ്ടാമത്തെ ആളാണ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് നോക്കുക. ഓക്കെ, management. In case of joint stock companies, there is separation between ownership and management. In most cases, the shareholders are mere suppliers of capital and the management is interested with the professional managers. The accounting information greatly helps them to know about what has happened and what should be done to improve the profitability and financial state of affairs in the years to come. The accounting information is made used by managers at different levels in the organization. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടുന്ന ആളുകൾ. സോ അവരതിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് എംപ്ലോയീസ്. നമുക്കറിയാം ആരാണ് എംപ്ലോയീസ് എന്ന് നമുക്കറിയാം. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടുത്തെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോ ഈ എംപ്ലോയീസിന് അതായത് അവരുടെ ശമ്പളം അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ തിരക്കുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയീസും ഒരു ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അവരും ഇൻറ്റേർണൽ യൂസേഴ്സ് ആണ്. അപ്പോൾ അവർ അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്ത് റോളാണുള്ളതെന്ന് നോക്കാം. The employees are interested in the financial statement because of various profit sharing and bonus schemes. Their interest may further increase in case they purchase shares of the company in which they are working. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയിൽ കൃത്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ബോണസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിങ് ചില കമ്പനികളിൽ ചില എംപ്ലോയീസിന് അവരുടെ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടും. അതുപോലെ തന്നെ ആ പ്രോഫിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ചിലപ്പോൾ അവർക്ക് ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രോഫിറ്റ് ഷെയറിങ്ങിനായിട്ടും അതോടൊപ്പം തന്നെ ബോണസ് കിട്ടുന്നതിനും വേണ്ടി അല്ലെങ്കിൽ അത് എത്രയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ എംപ്ലോയീസ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. അവർക്ക് എത്രയാണോ കമ്പനിയുടെ പ്രോഫിറ്റ് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അവർക്ക് പ്രോഫിറ്റ് ഷെയർ ആയിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് എത്രയാണ്, അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അവർക്ക് നേട്ടമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എംപ്ലോയീസിനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് ആയിട്ട് പറയുന്നത്. അടുത്തത് ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞിരുന്നു ആരാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന്. നിക്ഷേപകരെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, പ്രോഫിറ്റബിൾ ആണോ, അവരെ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പൈസ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ലാഭം കിട്ടുമോ, അവർക്ക് നഷ്ടമായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. നോക്കാം. A person who is thinking of investing in a business will like to know about its profitability and financial position. A study of financial statement will help him in this matter. അപ്പോൾ ഒരാൾ ക്യാഷ് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അവിടുത്തെ ബിസിനസ് സ്ഥാപനത്തെ പറ്റി അല്ലെങ്കിൽ ബിസിനസ് സൗകര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ അദ്ദേഹം കൊണ്ടുവന്ന് പൈസ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ.
സോ ആ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ യൂസറാണോ എക്സ്റ്റേണൽ യൂസറാണോ? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഓണേഴ്സ് ഇൻറ്റേർണൽ ആണ്, മാനേജ്മെൻറ്റ് ഇൻറ്റേർണൽ ആണ്, എംപ്ലോയീസ് ഇൻറ്റേർണൽ ആണ്, ഇൻവെസ്റ്റേഴ്സ് എക്സ്റ്റേണൽ ആണ്. അടുത്ത ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സ്. നമുക്കറിയാം എന്താണ് ക്രെഡിറ്റേഴ്സും എന്താണ് ബാങ്കേഴ്സും. നമ്മൾ പറഞ്ഞായിരുന്നു ആരാണ് ക്രെഡിറ്റേഴ്സ്, ആരാണ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കേഴ്സ്, ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിക്കാനുള്ള കാരണം? അത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം. ആരാണ് ക്രെഡിറ്റേഴ്സ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള എല്ലാ ആളുകളെയും പറയുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയും. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കടത്തിനായിരിക്കും സാധനങ്ങൾ വാങ്ങുക. സോ നമ്മൾ നഷ്ടത്തിലാണെങ്കിൽ നമ്മൾ പോയി ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വീണ്ടും കടത്തിന് സാധനങ്ങൾ കിട്ടണമെന്നില്ല. പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് വീണ്ടും ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ അതായത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയേണ്ടുന്ന ബാധ്യത ആർക്കുണ്ട്? ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സിനുണ്ട്. നമുക്ക് നഷ്ടത്തിലാണെങ്കിൽ അവരൊരിക്കലും നമ്മളെ സഹായിക്കില്ല. നമ്മൾ ലാഭത്തിലാണെങ്കിൽ നമുക്ക് അവരെത്ര വേണമെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ബാങ്കേഴ്സിൻ്റെ കാര്യത്തിൽ. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ലാഭത്തിലാണോ നമ്മൾ നഷ്ടത്തിലാണോ, നമ്മുടെ അസറ്റ് എത്രയുണ്ട്, നമ്മുടെ ലയബിലിറ്റീസ് എത്രയുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലാഭം ഒരുപാടുണ്ട്, നമ്മുടെ അസറ്റ് കൂടുതലാണ്, നമ്മുടെ ലയബിലിറ്റി കുറവാണ് എന്നൊക്കെയാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ നമ്മളെ അവരെ സഹായിക്കും. സോ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സ് അവരും എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. ബിസിനസ്സിൻ്റെ പുറത്തുള്ള ആളുകളാണ് ഈ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. They lend money or materials to business. They are also interested in the financial statements because they help them in ascertaining whether the concern has sufficient solvency and liquidity in setting the claims in time. ക്യാഷ് കടം കൊടുത്താൽ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, ഇനിയും ക്യാഷ് പ്രോഡക്ട്സ് നമുക്ക് കടമായിട്ട് കൊടുക്കേണ്ടി വരുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അവർ യൂസ് ചെയ്യുന്നത്. അവരൊരു എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് എന്ന് പറയുന്നതും ഒരു എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ്. അതും നമുക്ക് അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നമ്മളെ ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസർ ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ടാക്സ് എന്ന് പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്. എന്താണ് ടാക്സ്? ടാക്സ് എന്ന് പറഞ്ഞാൽ നികുതിയാണ്. അപ്പോൾ നമ്മുടെ വീടിനാണെങ്കിലും ലാൻഡിനാണെങ്കിലും നമ്മൾ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതുപോലെ തന്നെ ഓരോ ബിസിനസ് സ്ഥാപകനും അല്ലെങ്കിൽ ബിസിനസ്സുകാരും ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കണം. ആ ടാക്സിന് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് പറയുന്നത്. ചില സമയങ്ങളിൽ ഗവൺമെൻറ് നമുക്ക് കുറച്ച് ടാക്സ് ഇളവുകൾ തരും, ചിലപ്പോൾ ടാക്സ് കൂടുതലായിട്ട് കൂട്ടും. അപ്പോൾ ഗവൺമെൻറ്റിന് ഈ ടാക്സിൻ്റെ കാര്യത്തിൽ, ഒരു ബിസിനസ്സിൻ്റെ ടാക്സിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യുന്നത്. സോ നോക്കാം എന്താണ് ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നോക്കുന്നത്. The government is interested in the financial statement on account of taxation, labor and corporate laws. Sometimes government through its officials examine the accounting records of business. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് നിർണ്ണയിക്കുന്നതിന് അവിടെയുള്ള ലേബർ, അതായത് തൊഴിലാളികളുടെ ശമ്പളം, അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് എങ്ങനെയാണ് അവിടെയുള്ള വർക്കിംഗ് കണ്ടീഷൻ, ഇതറിയുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് ഗവൺമെൻറ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ യൂസറാണ്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് കസ്റ്റമേഴ്സാണ്.
നമുക്കറിയാം ആരാണ് കസ്റ്റമേഴ്സ്. ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സാണ്. ആ ബിസിനസ്സിൻ്റെ കസ്റ്റമേഴ്സ് എന്തിനാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നോക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് പ്രധാനമായിട്ടും ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് വിൽ വെച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി നോക്കിക്കൊണ്ടായിരിക്കും നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതും ഒരു കസ്റ്റമർ തന്നെയാണ്. ആ കസ്റ്റമർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ യൂസറാണ്. നോക്കാം. Customers are use accounting information to decide upon the firm's ability to service the product, comply with warranties, to meet agreement, etc. ഒരു കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റിനോടൊരു വിശ്വാസ്യത വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ആ പ്രോഡക്റ്റ് കൂടുതലായിട്ടും സെയിലാവുന്നത് അല്ലെങ്കിൽ വിറ്റഴിക്കുന്നത്. ആ ഒരു വിശ്വാസ്യത കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബിസിനസ്സിന് വേണമെങ്കിൽ ആ ബിസിനസ്സിന് അത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അത്രത്തോളം പ്രോഫിറ്റും അത്രത്തോളം ഗുഡ് വില്ലും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ സർവീസ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവരെങ്ങനെ അത് നേരിടുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് കൂടുതൽ റീച്ച് ഉണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ എല്ലാ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസും ലാഭമാണോ നഷ്ടമാണോ എന്ന് നമ്മളെ അറിയിക്കേണ്ടുന്ന ബാധ്യത കൂടി, കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ടുന്ന ബാധ്യത കൂടി ആർക്കുണ്ട്? ബിസിനസ്സിന് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സും ഒരു എക്സ്റ്റേണൽ യൂസറാണ്. അവരും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് റിസർച്ചേഴ്സ്. ആരാണ് റിസർച്ചേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്ന ആളുകളെയാണ്, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിസർച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ചേഴ്സ് അവരെങ്ങനെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു കമ്പനിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം അവരതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ കമ്പനിക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരത് നഷ്ടത്തിലേക്ക് എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ അതിലാണ് അവരൊരു പഠനം നടത്തുന്നത്. സോ റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ ആഴത്തിൽ പഠിക്കുന്ന ആളുകളെയാണ് നമ്മൾ റിസർച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ, ഏതൊരു ബിസിനസ് ആണെങ്കിലും ഒരു ബിസിനസ്സിനെ മറ്റൊരു ബിസിനസ്സുമായി കമ്പയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതിൻ്റെ അല്ലെങ്കിൽ ലാഭം എത്രത്തോളം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഇത്രത്തോളം ഉയർന്നിട്ടുണ്ട്, എങ്ങനെ ഉയർന്നു, എന്തുകൊണ്ട് ഉയർന്നു തുടങ്ങിയ പഠനങ്ങളിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. സോ റിസർച്ചേഴ്സും ഒരു എക്സ്റ്റേണൽ യൂസേഴ്സാണ്, അതായത് പുറത്തുള്ള ആളുകളാണ്. അടുത്തത് സെക്യൂരിറ്റി അനാലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്. നമുക്കറിയാം എന്താണ് അഡ്വൈസേഴ്സ്. ഇപ്പോൾ നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നഷ്ടത്തിലാണ്, ലോസിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് അഡ്വൈസേഴ്സ് കാണും. അതായത് എങ്ങനെ ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, മുൻപിലോട്ട് കൊണ്ടുവരാം, പ്രോഫിറ്റബിൾ ആക്കാം എന്ന് നമുക്ക് ഒരുപാട് ആളുകളിൽ നിന്നും അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു അഡ്വൈസേഴ്സ് കാണും. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് പുറകിലായി പോകുന്നത്, അതെങ്ങനെ ആളുകളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റബിലിറ്റിയോടുകൂടി എത്തിക്കാം തുടങ്ങിയ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അഡ്വൈസ് തരുന്ന ആളുകളെയാണ് നമ്മൾ അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. സോ അവർ നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൻ്റെ നടത്തിപ്പ്, പ്രോഫിറ്റബിൾ ആണോ നഷ്ടമാണോ, ആ നഷ്ടമാണെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാം, പ്രോഫിറ്റിലാണ് പോകുന്നതെങ്കിൽ, ലാഭത്തോടെ കൂടെയാണ് ബിസിനസ് പോകുന്നതെങ്കിൽ ആ ലാഭം എങ്ങനെയൊക്കെ നിലനിർത്താം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ നമുക്ക് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, ഈ അനാലിസ്റ്റ് അല്ലെങ്കിൽ ഈ അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ഉപയോഗിക്കാറുണ്ട്. അവരും എക്സ്റ്റേണൽ യൂസേഴ്സാണ്. അപ്പോൾ ഇത്രയും ആളുകളാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നും എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഓണേഴ്സ്, മാനേജ്മെൻറ്റ്, എംപ്ലോയീസ്, ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ്, കസ്റ്റമേഴ്സ്, റിസർച്ചേഴ്സ് ആൻഡ് സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് അഡ്വൈസേഴ്സ്. ഇത്രയും ആളുകളെയാണ് നമ്മൾ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്നത് പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് എല്ലാവരും കൃത്യമായിട്ട് ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് എന്തൊക്കെയാണോ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ബേസിക് ടേംസ്, ആ ബേസിക് ടേംസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ഇപ്പോൾ പഠിച്ചത് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ടും വരുന്നത് 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡിൻ്റെ അല്ലെങ്കിൽ 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.